തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇപ്പോൾ കരൂരിൽ എത്തിയിരിക്കുന്നു. വിജയത്തിന് ശേഷം മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടാണ് വിജയുടെ കരൂർ സന്ദർശനം. തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യ സന്ദർശനമാണ്. റോഡ് ഷോ മുഖാന്തരമാണ് ഇപ്പോൾ അവിടെ കരൂരിലേക്ക് എത്തിയത്. വലിയൊരു ജനാവലി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഷമി പ്രഭാകർ കൂടി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മളോടൊപ്പം. ഷമി, ആ ഒരു ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ടാണ് വിജയ് കരൂരിൽ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സന്ദർശനത്തിന്. TVKയുടെ ഒരു റോഡ് ഷോയുടെ ഭാഗമായുണ്ടായ ദുരന്തത്തിൽ ഏതാണ്ട് 41 പേരുടെ ജീവനായിരുന്നു നഷ്ടമായത്. അത് അവരുടെ കുടുംബത്തെ കാണാനും അവർക്ക് ജോലി, ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലി നൽകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു ഓർഡർ അടക്കം ഇന്ന് വിതരണം ചെയ്യാൻ വേണ്ടിയാണ് വിജയ് എത്തുന്നത്. തീർച്ചും വൈകാരികമായ ഒരു നിമിഷമാണ്. ഈ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ ഏറെ വേട്ടയാടപ്പെട്ട ഒരു സമയം വിജയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം TVKയ്ക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. പക്ഷേ കരൂർ ദുരന്തത്തിൽ മരിച്ചവരെ വിജയ് മറന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ വൈകാരികമായ ഒരു തലം കൂടി. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അടക്കം സുപ്രീം കോടതിയിലടക്കം പല പ്രാവശ്യം വിജയ്ക്ക് ഹാജരാകേണ്ടി വന്നു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വന്നു. ഈ ഒരു ദുരന്തം TVKയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ വീഴ്ച കാരണമാണെന്ന ആരോപണം അന്ന് ശക്തമായിരുന്നു. മണിക്കൂറുകളോളം ജനങ്ങൾ ഈ ഒരു റാലിക്കായി ഒത്തുകൂടി. അവർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സൗകര്യമുണ്ടായില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ദുരന്തമുണ്ടായത് എന്ന ആരോപണം അന്ന് TVKയെ വല്ലാതെ വേട്ടയാടിയിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ ആയിരക്കണക്കിന് മനുഷ്യരാണ് TVKയുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. തിരുച്ചിറപ്പള്ളിയിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം കാർ മാർഗമാണ് കരൂരിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ കുടുംബത്തിൽപ്പെട്ടവർക്ക്, ഈ മരിച്ചവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലി കൈമാറും എന്നുള്ളതാണ്.